നെവിൻ ഇന്ന് ബിഗ് ബോസിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തത് നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ആര്യനെ മാത്രമായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സീക്രട്ട് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ സംശയം തോന്നുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ബിഗ് ബോസ് ഒരു 5-6 പേരെയൊക്കെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. 4-5 പേരെ വിളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം 2 പേരെ വിളിച്ചു, പിന്നെ ആര്യനെ വിളിച്ച് സീക്രട്ട് ടാസ്ക് കൊടുത്തു. തൊട്ടടുത്തത് വിളിച്ചത് നെവിനെയാണ്. അപ്പോൾ നെവിൻ കയറി ചെല്ലുമ്പോൾ തന്നെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ നെവിൻ അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബിഗ് ബോസ് എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ഒക്കെ താ ബിഗ് ബോസ്, എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ് എന്ന്. അപ്പോൾ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടി. ഒരു 10 സെക്കൻഡ് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഉടനെ തന്നെ ചോദിച്ചു, എന്താണ് പറഞ്ഞത്, ഒന്നും കൂടെ പറയാമോ എന്ന് നെവിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചു. അപ്പോൾ നെവിൻ വീണ്ടും പറഞ്ഞു, ബിഗ് ബോസ് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ താ, എനിക്കതൊക്കെ വളരെയധികം ഇഷ്ടമാണെന്ന് നെവിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു. ബിഗ് ബോസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല നെവിൻ അങ്ങനെ ചോദിക്കുമെന്ന്. കാരണം തൊട്ട് മുൻപ് ഒരു അല്പസമയം മുൻപേ ആരും അറിയാതെ ഒരു മൊബൈൽ ഫോണും കൊടുത്തു, ഒരു സീക്രട്ട് ടാസ്കും കൊടുത്തു. അതെങ്ങനെയാണ് നെവിൻ അറിഞ്ഞതെന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടില്ല. അറിഞ്ഞു കാണത്തില്ലെങ്കിലും ഒരു സൂചന കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം അതല്ലെങ്കിൽ നെവിൻ അങ്ങനെ പറയാനൊരു സാധ്യത ഇല്ലല്ലോ. ആർക്കോ ഒരാൾക്ക് സീക്രട്ട് ടാസ്ക് കൊടുത്തതായിട്ട് നെവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നെവിനൊരു ഇമേജ് കിട്ടിയെന്ന് മനസ്സിലാക്കി ബിഗ് ബോസ് ആര്യൻ്റെ സഹായിയായിട്ട് നെവിനെ തന്നെ വിളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒന്നാമതെ ഫുഡിൻ്റെ ടാസ്ക് കൂടെയാണല്ലോ. അപ്പോൾ ഇതിന് നെവിനെ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് നെവിൻ പിണങ്ങും. അതുമാത്രമല്ല നെവിൻ ഓൾറെഡി ഈ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് വേറൊരാളെ സഹായി കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ നെവിൻ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നെവിനെ സഹായിയാക്കുവാണെങ്കിൽ ആ ഒരു ടാസ്ക് ആരും പിടിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ടാസ്ക് എങ്ങനെയാണ് മാറുന്നതെന്ന് ലൈവായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കാം. അടുത്ത സഹായി ആരാണെന്ന് ലൈവിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതെല്ലാം കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക.